നമുക്ക് ചില ഫാൻസ്, അതും ഒരു പ്രണയമാണല്ലോ, ഒരു ലവ് ആണല്ലോ. ഈ ഫാൻസ് ചില സമയത്ത് ബ്ലഡ് അതില് കത്തെഴുതും. ഞാൻ അത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ്. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. ലവ് ഹാസ് ടു ബി പോസിറ്റീവ്, ലവ് കാൺ ബി നെഗറ്റീവ്. പ്രണയം റിവെഞ്ച് എന്ന് പറഞ്ഞ ഒരു വേർഡേ ഉണ്ടാവാൻ പാടില്ല. പ്രണയത്തിന്റെ കൂടെ റിവെഞ്ച് എന്ന് പറഞ്ഞാൽ അത് പോവുകയില്ല. അതൊരു വേറെ ഒരു വികാരമാണ്. അതൊന്നും ഇത്, പക്ഷെ അത് ആൾക്കാർ മിക്സ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ എല്ലാത്തിനും റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ പേരൻസ് ആണ്, നമ്മുടെ വീടാണ്, നമ്മളുടെ ഫൗണ്ടേഷൻ അവിടെ നിന്നാണ് വരുന്നത്. ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞില്ലേ, അമ്മയും അച്ഛനും ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവെഞ്ച് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. പിന്നെ പോസിറ്റീവ്, ഞാൻ ഇതിന് മുമ്പേ ഈ വേദിയിൽ വെച്ചു, ഞാൻ ഇന്നും എൻ്റെ എക്സിന്റെ അടുത്ത് നന്നായിട്ട് പോസിറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒബ്വിയസ്ലി എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, എനിക്കിതുണ്ടായിരുന്നു. പക്ഷെ ഈ ആസിഡ് അറ്റാക്ക് വരെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രണയമേ ഇല്ല. ആസിഡ് എടുത്തിട്ട് ഒരാളെ നമ്മൾക്ക് സ്പോയിൽ ചെയ്യാൻ, അല്ലാതെ ഒരാളെ നമ്മൾക്ക് തകർക്കണം എന്നുള്ള ഒരു റിയാക്ഷൻ വന്നാൽ അത് പ്രണയമല്ല, അത് വേറെ ഏതോ ഇതാണ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു സാധനം, ലൈഫ് ഇസ് വെരി ഷോർട്ട്. നമുക്ക് ഇങ്ങനെ ഒരു വികാരം റിവെഞ്ച് ആയിട്ട് മനസ്സിലെടുക്കാൻ പാടില്ല. പിന്നെ ഇന്നും ലോ അത്ര സ്ട്രോങ് അല്ല, ഒരുപാട് വകുപ്പുകൾ വരുന്നുണ്ടെങ്കിലും സ്ട്രോങ് അല്ല. പെണ്ണിന്റെ സൈഡിൽ നിന്നാണോ കേസ്, ചിലപ്പോൾ ആണുങ്ങളും വിക്ടിം ആവാറുണ്ട്. യുനോ, ഇതിൽ ഒരു ജെൻഡർ ബയസ് ആയിട്ടല്ല സംസാരിക്കേണ്ടത്. പക്ഷെ ഇന്നും ലോ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനുള്ള സമയം ആയി കഴിഞ്ഞു. നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റൂ. എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, എനിത്തിങ്, പേരൻസ് ആണ് ആദ്യത്തെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരോട് പറയണം, അവരോട് ഒന്നും നമ്മൾ എന്താ പറയുക മറക്കരുത്. ഇതാണ് എൻ്റെ ഒരു മെസ്സേജ്.